പുറത്ത് വലിയ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ മഴയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു മഴ. അപ്പോൾ ഈ മഴ വന്ന് ഒരു തണുപ്പടിക്കല്ലോ, മിസ്സിങ് തോന്നുന്നു ഗായ്സ്. ആരേന്നല്ലേ, ആളെ പറയാൻ താല്പര്യമില്ല. ആളെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൂട്ടാം, പക്ഷേ മഴ ഇങ്ങനെ പൊടിഞ്ഞപ്പം വല്ലാത്തൊരു മിസ്സിങ്. അപ്പോൾ ഒരു കാലത്ത് 2 വീലറായിരുന്നു ഉള്ളത്. ആ 2 വീലറിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അത് മഴക്കാലത്താണ്. മഴക്കാലത്ത് കോട്ടിട്ടിട്ട്, എൻ്റെ പൊന്നോ, ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ മുഖത്ത് ഇച്ഛാതി വേദന ഉണ്ടാവില്ല. അത് വണ്ടി ഓടിക്കുന്നവർക്കറിയാമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷത്തോടെ ട്രാവൽ ചെയ്തൊരു മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 2 വീലറിൻ്റെ മുകളിൽ പെരും മഴയിട്ട് കോട്ടിട്ട് പോകുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. അപ്പം അത് ഭയങ്കര ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ് ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ മഴ വരുന്ന സമയത്ത് മഴയുടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ വളരെയധികം മനസ്സിന് സന്തോഷം തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ 2 വീലർ ഉണ്ട് കേട്ടോ. 2 വീലർ ഉണ്ട്, അമ്മയുടെ കയ്യിലാണ്. ഞാനിപ്പോൾ 2 വീലർ ഓടിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും. പിന്നെ അരുണിൻ്റെ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാന്നല്ലാണ്ട് ലോങ് പോവുകയും കാര്യങ്ങളൊന്നുമില്ല. പണ്ടൊരു സമയത്ത് 2 വീലർ എടുത്ത് ഊട്ടി പോയിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും ലോങ് പോയത് ഊട്ടിയും പിന്നെ ഇവിടെ മൈസൂരും. ഈ 2 സ്ഥലത്തൊക്കെ ലോങ് പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ അറിവിൽ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാറിൽ നല്ല അടിപൊളി പാട്ടിട്ടിട്ട്, എല്ലാവരും പറയും വിഷമമുള്ള സമയത്ത് സന്തോഷകരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കണം. ഒന്നുമല്ല, നമുക്ക് വിഷമം വരുമ്പോൾ ആ വിഷമത്തെ ഉൾക്കൊള്ളിക്കുന്ന പാട്ടുകൾ നമ്മൾ വെക്കണം. എന്നാൽ മനസ്സൊരു റിലാക്സ് ആവുന്നു കൂടെ. ചിലപ്പോൾ നമുക്ക് കരയണം തോന്നും, ആ കണ്ണുനീർ തുള്ളിയോടുകൂടെ നമ്മുടെ ആ വിഷമം അവിടെ തീരും. പക്ഷെ അതിനേക്കാട്ടിലും അടിച്ചുപൊളിയൊരു യാത്രയുണ്ട്. എപ്പോഴാന്നല്ലേ, രാത്രി ബസ്സിൽ മഴയത്ത് മുൻപിലിരുന്ന് അപ്പ് ആൻഡ് ഡൗൺ ഡ്രൈവർക്കൊരു പാട്ട് വെക്കാനുണ്ട് പൊന്നോ. ആ ഒരു യാത്ര എന്ന് പറയുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണത്. രാത്രി ബസ്സിൽ മുമ്പിലിരുന്ന് പാട്ടും കേട്ട് പോകുക എന്ന് പറയുന്നത്. അപ്പം എനിക്കൊരു കമ്പനിക്കാരനുണ്ട്, അവൻ്റെ കൂടെ പോകും ഞാനിങ്ങനെ. അപ്പം വളരെയധികം ഇവൻ്റെ കൂടെ ഒരു ദിവസം ഞാനിങ്ങനെ കയറി. അപ്പം ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ബസ് കയറി നമ്മളെ മൈൻഡ് ചെയ്യില്ല, കാരണം വേറെ പെൺകുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇവനൊരു കോഴിക്കോട് കയറിയിട്ട് ഉള്ളിയേരി വരെ ഇങ്ങനെ പാട്ട് ഞാൻ ആസ്വദിച്ച് പോവുക. തിരിച്ച് ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പെൻഡ്രൈവ് ഒന്ന് എനിക്ക് തരണേ. ആ പെൻഡ്രൈവാണ് ഇപ്പോഴും എൻ്റെ കാറിൽ ഒരു ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്താവാറായി പാടുതന്നെ 1 തൊട്ടിട്ട് 254 പാട്ടെങ്ങാനുണ്ട്. 254 പിന്നെയും ഒന്നാവും. അപ്പോൾ പക്ഷേ രാത്രി യാത്ര ചെയ്യാനിപ്പോൾ എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ട് അരുണ് കൊണ്ടുപോകില്ല ഗൈസ് എന്നെ ബസ്സിൽ. അത് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അരുണ് ബസ് കിട്ടില്ല എന്നാ എന്തരോന്ന് ചോദിച്ചാൽ ഇന്നോട് അറിയും എന്നെക്കൊണ്ടാവില്ല. എവിടെ നിന്നായിരുന്നു ഈ ബസ് കയറിയ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഞാൻ ഇവൻ്റെ കൂടെ എവിടെയെങ്കിലും ബസ് കയറി വെച്ചാൽ മൊബൈലും ഇങ്ങട്, കവറിങ്ങട്, ബാഗ് ഇങ്ങട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കും, ഈ ഡ്രൈവർ എന്താ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഉള്ളിയെന്നൊക്കെ കയറുന്ന സമയത്ത് ചിലപ്പം സീറ്റ് കിട്ടൂല. ഇവന് ഞാൻ കയറിയിട്ട് എന്നോട് ബാഗും ഫോണും ഇതൊക്കെ മേടിച്ചിട്ടേ ഇവൻ വണ്ടി എടുക്കുള്ളൂ. അല്ലേ ഇവനറിയാം ഞാൻ
ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തിറങ്ങിയിട്ട് അരുണേ എന്ന് വിളിക്കുമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും അതിപ്പം നമുക്കൊരോരുത്തർ നമ്മളെ പ്രിയപ്പെട്ടവർ നമുക്ക് വാല്യൂ കൽപ്പിക്കുക എന്ന് പറയല്ലേ, അതാണ് ഗൈസ്. പക്ഷേ അങ്ങനെ പൊതുവേ ലിമിറ്റഡിലാണ് പോകൽ. എങ്ങനെ നോക്കിയാലും തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ബസ്സാണ്. ഇപ്പം റോഡ് പണിയാണെങ്കിൽ പോലും ഇവരൊരു മിനിറ്റ് 2 മിനിറ്റിനൊക്കെയാണല്ലോ ഈ മരണപ്പാച്ചിൽ പായൽ. എന്നാൽ പോലും ഞാൻ അൺസ്റ്റോപ്പിൽ നിന്നൊക്കെ കയറാറുണ്ട്. പക്ഷേ ലോക്കൽ ബസ്സുകാരൊക്കെ അൺസ്റ്റോപ്പിൽ നിന്ന് കയറിയാലൊക്കെ കച്ചറുണ്ടാകും. പക്ഷേ ഓൾമോസ്റ്റ് ഒരുവിധം ബസ്സുകാർക്കൊക്കെ അറിയാം ഞാനും അവനൊരു വീട്ടിലുള്ളതാണെന്ന്. പക്ഷേ അൺസ്റ്റോപ്പിൽ നിർത്തിയാലൊന്നും ഇവരാരും ഒന്നും പറയില്ല. ഈ അൺസ്റ്റോപ്പിൽ സമയമില്ലാത്ത സമയത്താണ് ഞാൻ ബസ് കയറുന്നതെങ്കിലും ഞാൻ കയറി എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത്, ഒരു മൊബൈൽ ഫോൺ മാത്രമാണെങ്കിൽ അത് അവൻ മേടിച്ചതിന് ശേഷം മാത്രമേ അവൻ വണ്ടി എടുക്കുള്ളൂ. എനിക്ക് ചിലപ്പോൾ ചിരിയാവുകയും ചെയ്യാറുണ്ട്. എന്നിട്ട് ഇവൻ എന്നെ ബസ് കയറാൻ സമ്മതിക്കില്ല. ഇവൻ പറയും നിനക്കൊണ്ടാവൂല ബസ് കയറാൻ, എനിക്കാവൂല ദിന്ന നോക്കാനെന്നാണ് പറയാം. പിള്ളേരെ പോലെ നോക്കണമല്ലോ. പക്ഷേ ഞാൻ കഴിയുന്നത് ഇപ്പോൾ ബസ് കയറും കേട്ടോ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ മോൾക്ക് വലിയ ശീലമില്ലാത്തതാണ്. അപ്പോൾ അവളെ ഒന്ന് ഇതാക്കാൻ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റൊരു രാത്രി എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത്, എനിക്ക് അവനും കോമൺ ആയിട്ടൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പം ഉണ്ടെന്ന് പറയാൻ ഇഷ്ടമല്ല. കാരണം കുറച്ച് കാരണങ്ങൾ കൊണ്ട് 2 വർഷത്തോളമായി ഞങ്ങൾ കാണാറുമില്ല, മിണ്ടാറുമില്ല. അപ്പോൾ അവന് ഡ്രൈവറായിട്ട് പോകുമ്പോൾ അവൻ്റെ കൂടെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു സംഭവമുണ്ട്. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുക വെച്ചാൽ ഭയങ്കരമായിട്ട് ആളെ ഇഷ്ടപ്പെടും. അതാണ് പെണ്ണ് കുഞ്ഞ് എന്നൊന്നുമില്ല. ഇത് മനുഷ്യരോടും മാത്രമല്ല കേട്ടോ. എനിക്ക് എന്താ പറയുക, ചില വസ്തുക്കളോടും വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ചില പാവക്കുട്ടിയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവന് ലോറിയിൽ പോകാറാണ്. ലോറിയിൽ പോകുന്ന സമയത്ത് ഇവന് ബസ്സിലങ്ങനെ ഡ്രൈവറായിട്ട് പോകാറില്ല. പക്ഷേ ഇവനൊന്ന് ബസ് കയറി കാണണേ കർത്താവേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇവന ദിവസം ബസ്സിന് കയറി. അവൻ ഡ്രൈവറും അരുണ് കണ്ടക്ടറുമായിട്ട്. അപ്പം ഞാൻ വൈകുന്നേരത്തെ ട്രിപ്പിന് പോയി. കാരണം തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആരില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം തന്നെയറിയാമോ, ഞാൻ ആദ്യമായിട്ട് കുറ്റിയാടി പോകുന്നത് അരുണിൻ്റെ കൂടെ അല്ല കേട്ടോ, എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ, എൻ്റെ പൊന്നുക്ക എന്ന് പറയും. അപ്പോൾ പൊന്നുക്ക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും പൊന്നുക്ക കാക്ക ആയിരിക്കും. എന്നാൽ കാക്കയല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പം തൊട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവരൊക്കെ വിളിക്കും സെലീമേട്ടാന്ന് വിളിക്കും. അപ്പം ഞാൻ തിരിച്ച് വിളിക്കും ബൈജുക്കാന്ന് വിളിക്കും, അതുപോലെ ജയക്കാന്നൊക്കെ വിളിക്കും. അപ്പം എന്നോട് എന്താണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ഭാര്യക്ക് എൻ്റെ കെട്ടിയോന സെലീമേട്ടാന്ന് വിളിക്കാതെ എനിക്കെന്താ നിങ്ങളെ കാക്കയെന്ന് കൂട്ടി വിളിച്ചു വിടാന്ന് ചോദിക്കും. അതേപോലെ പൊന്നുക്ക ഒരു ഹിന്ദു നമുക്ക് ഹിന്ദു മുസ്ലിം ഒന്നുമില്ലല്ലോ, പക്ഷെ പൊന്നുക്ക ഹിന്ദുവാണ്. പക്ഷെ ഞാൻ പൊന്നുക്കാന്നാണ് വിളിക്കുക. അപ്പോൾ പൊന്നുക്കാനോട് ഞാൻ പറഞ്ഞ് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ കുറ്റിയാടി കാണണം പൊന്നുക്കാന്ന് തന്നെ. അപ്പം ഞാൻ പറഞ്ഞ് നേരാകുമ്പോൾ ഉള്ളേരി വന്നിട്ട് സ്റ്റാൻഡിൽ വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സ്റ്റാൻഡിൽ വന്നാൽ എനിക്ക് സീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പൊന്നുക്കായ കൊണ്ടുപോയത് കുറ്റിയാടി സ്റ്റാൻഡ് കാണിക്കാൻ. അതേപോലെ ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരുടെ കൂടെയൊക്കെ ഇപ്പം ഞാൻ ബസ് കയറുകയാണെങ്കിൽ ഒരുവിധ ആൾക്കാരൊന്നും എന്നോട് പൈസ മേടിക്കില്ല. അല്ലെങ്കിൽ ഞാൻ ബസ് കയറി എനിക്ക് പരിചയം പോലും ഇല്ലെങ്കിൽ പോലും ബസ്സിൽ കയറിയെന്ന് കേട്ടാൽ അരുണിൻ്റെ ഒരു വിളി. ആരാ ഡ്രൈവർ ഞാൻ പറയും എനിക്കറിയില്ല, ആരാ കണ്ടക്ടർ ഞാൻ പറയും എനിക്കറിയില്ല. ഇനി കണ്ടക്ടറുടെ അടുത്തൊന്ന് ഫോൺ കൊടുക്കുന്ന പറയും. എന്നിട്ട് കണ്ടക്ടറോട് പറയും ഞാൻ തരൂട്ടോ പൈസ. ഏത് കുറ്റിയാടി കോഴിക്കോട് ബസ്സിലാണെങ്കിലും ഇവൻ വിളിച്ചു പറയും പൈസ വാങ്ങണ്ട കേട്ടോ അത്. പക്ഷേ വേറെ അങ്ങനത്തെ ബസ്സിൽ എനിക്ക് താമരശ്ശേരി കൊയിലാണ്ടി ബസ്സിലൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവർക്ക് പൈസ മേടിക്കും. പക്ഷെ ഇവന് ഈ കുറ്റിയാടി കോഴിക്കോടില്ല അങ്ങനെയല്ല കേട്ടോ. അതേപോലെ തന്നെ കോഴിക്കോടാണ് എത്തുന്നതെങ്കിലും കുറ്റിയാടിയാണ് എത്തുന്നതെങ്കിലും ഞാൻ ഇപ്പോൾ അരുണിൻ്റെ കൂടെയല്ല വേറെ ആരുടെയെങ്കിലും കൂടെയാണ് ബസ്സിന് പോയെങ്കിൽ
ഇവർ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ചായ മേടിച്ച് തരും. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് സമയം ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ പോലും ജിസി വേം വാ എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ കരിമ്പ് ജ്യൂസോ ചായയോ ടൈമിനനുസരിച്ചാണ്. ടൈമുണ്ടെങ്കിൽ ചായ മേടിച്ച് തരും, ഇല്ലാച്ചാൽ കരിമ്പ് ജ്യൂസ് മേടിച്ച് തരും. അപ്പോൾ ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ബസ്സിൽ അവൻ്റെ കൂടെ ഞാൻ കുറ്റിയാടി പോയ സമയത്ത് ഇവർ രണ്ടാളും കൂടി എനിക്ക് ചായ മേടിച്ചു തരാം. ഇടവും വലുതുമായിട്ട് നമ്മുടെ രണ്ടാൾക്കാർ പ്രിയപ്പെട്ടവർ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ആ ഡ്രൈവർ എന്ന് പറയുന്നത് ഞാൻ എന്തെന്നാ ഇപ്പോൾ പറയാം, ശരിക്കും എൻ്റെ ഏട്ടനായിരുന്നു അത്. കുറേ എനിക്ക് എന്തൊരു വിഷമം വരികയാണെങ്കിലും ഞാൻ ആദ്യം അവനെ വിളിക്കുക. എൻ്റെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ആരോട് പറയുന്നതിന് മുമ്പ് അവനായിരുന്നു വിളിക്കാറ്. പക്ഷേ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വിഷമം തന്നത് അവനാ. എന്ത് ചെയ്യാനല്ലേ, കാലത്തിൻ്റെ ഓരോ കുസൃതികൾ എന്ന് പറയാം. അപ്പോൾ ഒരു മഴ നമ്മളെ എവിടം വരെയൊക്കെ എത്തിച്ചു. മഴയൊക്കെ പോയിട്ടോ, പായൊക്കെ പൊട്ടിപ്പോയി ഗൈസ്. ഇന്നലെ മിനിഞ്ഞാന്ന് ട്രാവലർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആരോട്, അപ്പോൾ പൊട്ടിപ്പോയത്. അപ്പോൾ ഒരു മഴ നമ്മളെ എവിടേക്കോ എത്തിച്ചു. മഴയത്ത് എനിക്കൊരാളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആളാരാണെന്ന് ഞാൻ പറയില്ല, പറയണമെന്നുണ്ട് പക്ഷേ പറയില്ല, ഊഹിക്കും. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് വേറെ ഒരു കാര്യങ്ങൾ വിചാരിക്കും, ഈ ബസ്സിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവളെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കും. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ആയിത്തീരാൻ ആഗ്രഹിച്ച ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ബസ് ഡ്രൈവറാണ്. ഞാൻ ഓരോ ആൾക്കാരുടെ കൂടെയും ഓരോ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഇവരിൽ ഒരാളാവേണ്ടതല്ലായിരുന്നോ ഞാൻ. കോഴിക്കോടുള്ള ആദ്യത്തെ ഡ്രൈവർ എനിക്ക്, ലേഡി ബസ് ഡ്രൈവർ എനിക്ക് ആവണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണൻ്റേതായ ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ആ ഒരു ആഗ്രഹം അവിടെ നഷ്ടപ്പെട്ടു പോയി. ഏകദേശം 5 വർഷത്തോളമായി ഞാൻ ഹെവി പുതുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹെവിൻ്റെ കാര്യം, ഹെവി പുതുക്കുക അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, കാരണം ബാപ്പ അങ്ങനെ നോക്കിക്കോളും. അപ്പം അങ്ങനെയാണ്. അപ്പം മഴയത്ത് മിസ് ചെയ്യുന്ന ആളെ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബൈ.